രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. പ്രജാപതി തന്റെ സന്താനങ്ങളായിരിക്കുന്ന ഋഷിവര്യന്മാർക്ക് അനുവാദം കൊടുത്തതുപോലെ ബ്രഹ്മാവിന്റെ സന്താനങ്ങളാണ് സനകാദികൾ. തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവരെ കാനനത്തിലേക്ക് അനുവാദമേകി അവരെ യാത്രയാക്കി. അങ്ങനെ ബ്രഹ്മാവ് പ്രവർത്തിച്ചതുപോലെ അങ്ങ് ഞങ്ങൾക്കെല്ലാം ഈശ്വരനായിരിക്കുന്ന അങ്ങ് ഞങ്ങളെ ഈ കാനനവാസത്തിന് അനുഗ്രഹിച്ച് അയച്ചാലും, ഇങ്ങനെ മഹാരാജാവിന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേയറ്റം വിനയത്തോടു കൂടിയിട്ട്, എന്നാൽ കാനനവാസത്തിന് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ താൻ ഇതാ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് മുന്നിൽ തൊഴുകയോട് നിൽക്കുന്ന രാമനോട് ദശരഥൻ പറഞ്ഞു, അല്ലയോ കുമാര, എന്റെ വാക്കുകൾ നീ കേൾക്കണം. അഹം രാഘവ കൈകയ്യ വരദാനേന മോഹിത അയോധ്യായാം ത്വമേവാദ്യ ഭവരാജാനുഗൃഹ്യമാം. അല്ലയോ രാമ, ഞാൻ കൈകേയിക്ക് വരം കൊടുത്തുപോയി. അതങ്ങ് ദേവലോകത്ത് വെച്ച് വർഷങ്ങൾ മുമ്പ് നൽകിയ വരമാണ്. ആ വരം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് കൈകേയി എന്നോട് ആവശ്യപ്പെട്ടു. 2 വരങ്ങൾ. അത് നൽകാം, എന്ത് ചോദിച്ചാലും നൽകാം എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഏറ്റു പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് കൈകേയി എന്നോട് ഏത് വരങ്ങളാണ് വേണ്ടതെന്ന് ആവശ്യപ്പെടുന്നത്. ഭരതകുമാരന് രാജ്യം നൽകണമെന്നും രാമനെ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കണമെന്നും ഇതായിരുന്നു കൈകേയിയുടെ പ്രാർത്ഥന. അങ്ങനെ കൈകേയിക്ക് വരം കൊടുത്തു പോയതുകൊണ്ട് ഞാൻ ഇപ്പോൾ മോഹിതനായി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത വലിയൊരു പ്രതിസന്ധിയിലായി പോയിരിക്കുന്നു. എന്താ, 2 സത്യങ്ങൾ വിപരീതമായിട്ട് എന്റെ മുന്നിൽ നിൽക്കുന്നു. പറഞ്ഞ വാക്ക് പരിപാലിക്കുന്നത് ധർമ്മ്യമാണ്. ഏറ്റവും വലുതായിട്ടുള്ള ധർമ്മം തന്നെയാണ് വാക്ക് പരിപാലിക്കുക എന്നുള്ളത്. വാക്കിനെ ലംഘിക്കുന്നത് കൃതജ്ഞതയാണ്, ഏറ്റവും വലിയ അധർമ്മവുമാണ്. അങ്ങനെ കൈകേയിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ വാക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. പക്ഷെ അത് കൊടുത്താലോ സൂര്യവംശജരുടെ പാരമ്പര്യത്തെ എനിക്ക് ലംഘിക്കേണ്ടതായിട്ടും വരും. അതും ഏറ്റവും വലിയ അധർമ്മം തന്നെ. സൂര്യവംശ രാജാക്കന്മാരുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് മൂത്ത മകനാണ് കിരീടത്തിന്റെ അവകാശം. അങ്ങനെ ഈ ഇക്ഷ്വാകുക്കളുടെ കിരീടത്തിന് അവകാശി അല്ലയോ രാമ നീയാണ്. നിനക്ക് തരേണ്ടതാണ് ഈ സിംഹാസനം, ഈ കിരീടം, ഈ ചെങ്കോല്. അത് തരാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം മഹാസഭ ചേർന്നതും തീരുമാനം കൈക്കൊണ്ടതും അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതും. ഇപ്പോഴും അയോധ്യ, അല്ലയോ രാമ, നിന്നെ അഭിഷിക്തനായി കാണാൻ വേണ്ടിയിട്ട് കൊതിയോടുകൂടിയിട്ട് ഇപ്പോൾ ഉത്സവങ്ങൾ ആഘോഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നതും. അങ്ങനെ നിനക്ക് അവകാശപ്പെട്ടതായ നാട്, അത് നിനക്ക് തരാൻ പോകുന്നതായി ഈ മുഹൂർത്തത്തിൽ തരില്ല എന്ന് പറയാൻ എനിക്ക് അധികാരമില്ല. യഥാർത്ഥത്തിൽ അത് ഞാൻ ചെയ്താൽ അതും അധർമ്മമായി തീരും. 2-1 ചെയ്തേ പറ്റൂ. ഏത് ചെയ്തു കഴിഞ്ഞാലും ഒരു അധർമ്മം സംഭവിക്കും. അതാണ് അല്ലയോ രാമ,
ഞാൻ കൈകേയിക്ക് കൊടുത്ത വരത്താൽ ഇപ്പോഴിതാ 2 അധർമ്മങ്ങളുടെ നടുവിൽപ്പെട്ടുപോയി. രണ്ടിലൊന്ന് ചെയ്യാതെ വേറൊരു നിർവാഹവുമില്ല. അല്ലേ രാമ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അധർമ്മം ഒന്നും തന്നെ ആചരിച്ചിട്ടില്ല. അങ്ങനെയുള്ള എനിക്ക് ഈ അവസരത്തില് ഈ ക്രൂരമായ ധർമ്മം അത് നിർവഹിക്കുകയും സാധ്യമല്ല. ഇതിൽ നിന്ന് മോചിക്കാനുള്ള മാർഗമെന്ത്? അല്ലയോ കുഞ്ഞെ, ഞാനത് കാണുന്നു. ഇതിന് മാർഗമുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അയോധ്യായാം ത്വമേവാദ്യ ഭവരാജാ നിഗൃഹ്യമാം. എന്നെ നീ ബന്ധനസ്ഥനാക്കണം, കാരാഗ്രഹത്തിലിടണം. എന്നെ കാരാഗ്രഹത്തിലിട്ടിട്ട് നീ ഇപ്പോ തന്നെ ഈ അയോധ്യയില് രാജാവായി അഭിഷിക്തനായിക്കൊള്ളൂ. അഭിഷേകത്തിന് വേണ്ടതെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളെല്ലാം കൊതിയോടുകൂടിയിട്ട് ആ നിമിഷം കാത്തിരിക്കുന്നു. വസിഷ്ഠ ഋഷി ഇതാ അഗ്നിഹോത്രശാലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നീ അവിടേക്ക് ചെന്നാൽ മാത്രം മതി. ദശരഥ മഹാരാജാവിനെ രാമൻ ബന്ധിച്ചിട്ട് രാജാവാകണം. ഇതാണ് മഹാരാജാവ് ദശരഥൻ രാമനോട് ആവശ്യപ്പെടുന്നത്. കാനനത്തിലേക്ക് പോകാനായിട്ട് ദശരഥൻ ആവശ്യപ്പെട്ടില്ല. പകരം ദശരഥനെ ബന്ധിച്ചിട്ട് രാജാവാകാനാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ കൈകേയിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആ വരം ദശരഥൻ കൊടുത്തില്ല എന്ന അപഖ്യാതി ഉണ്ടാവില്ല, അധർമ്മം ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ ദശരഥന് സിംഹാസനം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇതാ ബദ്ധനായി കഴിഞ്ഞിരിക്കുന്നു. ദശരഥ മഹാരാജാവ് ഇതാ അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്യാനാകും? കൈക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതായ വരം കൊടുക്കാനാകുമോ? സത്യമേ അല്ല. അപ്പോൾ സത്യം പരിപാലിച്ചില്ല എന്നുള്ളതായ അധർമ്മത്തിന്റെ ഭയം ആവശ്യമില്ലാതായിത്തീരും. അതോടൊപ്പം തന്നെ രാമനെ കാട്ടിലേക്ക് അയച്ചു എന്നുള്ള അധർമ്മവും ദശരഥനെ പിടികൂടില്ല. രാമനിതാ രാജാവായി കഴിഞ്ഞിരിക്കുന്നു. ഇക്ഷ്വാകുക്കളുടെ പാരമ്പര്യമനുസരിച്ച് നടക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. മൂത്ത മകൻ രാജാവാവുക എന്നുള്ളത്. അങ്ങനെ ഈ അധർമ്മ ഭയത്തിൽ നിന്നിട്ട് അല്ലയോ രാമ, എന്നെ രക്ഷിക്കാൻ നിനക്ക് സാധിക്കും, നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതിനാൽ നീ ഇപ്പോൾ തന്നെ എന്നെ ബന്ധിച്ചിട്ട് രാജാവായിക്കൊള്ളുക. ശ്രീരാമചന്ദ്രന് ആ സിംഹാസനത്തിൽ ആ അധികാരത്തിൽ തെല്ലെങ്കിലും മോഹമുണ്ടായിരുന്നെങ്കിൽ ഇതിൽ പരം വേറൊരു സുവർണാവസരം ഇല്ല. ഏറ്റവും വലിയ അവസരമാണിത്. എന്തുകൊണ്ടെന്നാൽ അച്ഛന്റെ വാക്ക്, അച്ഛന്റെ ആജ്ഞ പരിപാലിക്കാൻ പുത്രൻ ബാധ്യസ്ഥനാണല്ലോ. അച്ഛൻ പറഞ്ഞിട്ടാണ് അച്ഛനെ ബന്ധിച്ചത്. അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ രാജാവായത്. എനിക്ക് സിംഹാസനത്തിൽ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ അങ്ങനെ ആജ്ഞാപിച്ചു. പിതാവിന്റെ ആജ്ഞയെ പുത്രൻ അനുസരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അനുസരിച്ചു. എത്ര നല്ല ന്യായം പറയാമായിരുന്നു. പക്ഷേ രാമൻ അങ്ങനെ ഒരു ന്യായം പറയാനായിട്ട് തയ്യാറായില്ല. ആ അവസരത്തെ തനിക്ക് സിംഹാസനത്തിലേറാനുള്ള ഏറ്റവും നല്ല ചവിട്ടുപടിയായിട്ട് അദ്ദേഹം ഉപയോഗിച്ചുമില്ല. പകരം അദ്ദേഹം തന്റെ നിശ്ചയത്തില് ഉറച്ചു തന്നെ നിന്നു. അദ്ദേഹം കാനനത്തിലേക്ക് പോകാനായിട്ടുള്ള ആ തീരുമാനത്തിൽ മാറ്റമേ വരുത്തിയില്ല. ഒന്നിനുപുറകെ ഒന്നായിട്ട് സിംഹാസനത്തിൽ ഏറാനുള്ള അവസരങ്ങൾ രാമന്റെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ അവസരങ്ങളെല്ലാം രാമൻ ഇങ്ങനെ തട്ടിക്കളയുന്നു. അതിലേറ്റവും ആദ്യം വന്നതായ അവസരം ഇതാണ്, ദശരഥന്റെ ഈ ആജ്ഞ. അതിനു മുമ്പും ഒരു അവസരം വന്നിരുന്നു. ലക്ഷ്മണൻ ക്രോധിക്കുമ്പോ ലക്ഷ്മണൻ കോപിച്ചല്ലോ. രാമൻ കാനനത്തിലേക്ക് പോകുന്നു എന്ന് കേട്ടിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ അയോധ്യയെ അങ്ങയ്ക്ക് അധീനമാക്കി തീർക്കും. അങ്ങയെ അയോധ്യയുടെ സിംഹാസനത്തിലിരുത്തി ഞാൻ പട്ടാഭിഷേകം കഴിക്കും. ആരെതിർക്കാൻ വന്നാലും അവരെ മുഴുവൻ ഞാൻ കാലപുരിയിലേക്ക് പറഞ്ഞയക്കും. ദേവന്മാർ മുഴുവൻ എതിർത്താലും അസുരന്മാർ മുഴുവൻ എതിർത്താലും അവർ രണ്ടു കൂട്ടരും ഒരുമിച്ച് എതിർത്താലും ഈ അയോധ്യയിലെ ജനങ്ങൾ മുഴുവൻ എതിർത്താലും രാമ,
ഞാൻ അങ്ങയെ സിംഹാസനത്തിൽ ഇരുത്തി അഭിഷേകം ചെയ്യും, എതിർക്കാൻ വരുന്നവരെ മുഴുവൻ കാലപുരിയിലേക്ക് അയക്കും. രാമന് ആ അവസരത്തിൽ ഒന്നും മിണ്ടാതിരുന്നാ മതിയായിരുന്നു. ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്താനൊന്നും പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ലക്ഷ്മണൻ രാമന് സിംഹാസനത്തിലിരുത്തി അഭിഷേകം കഴിച്ചേനെ. നാട്ടുകാരെല്ലാവരും ആ അഭിഷേക കർമ്മത്തില് സമ്പൂർണമായിട്ട് ആനന്ദത്തോടു കൂടിയിട്ട് പങ്കെടുത്തേന്. ആ അവസരം തട്ടിക്കളഞ്ഞു. ലക്ഷ്മണൻ പറയുന്ന വാക്ക് കേട്ടിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കൂ എന്ന് കൗസല്യ പറയുന്നതും രാമൻ സ്വീകരിച്ചില്ല. മാത്രമല്ല, കൗസല്യ പറഞ്ഞു, ഭരതന് രാജ്യം വേണമെങ്കിൽ ആയിക്കൊള്ളട്ടെ, നീ കാനനത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ, നീ ഇവിടെ പാർക്കൂ. നിന്റെ ചുമതലയാണ് പുത്രൻ എന്നുള്ള നിലയിൽ അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ നീ ഇവിടെ പാർത്ത് എന്നെ സംരക്ഷിച്ചുകൊണ്ട് എനിക്ക് സന്തോഷത്തെ പകരൂ. പുത്രൻ ദൂരേക്ക് പോകുന്നവരെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്റെ ദുഃഖത്തെ ദൂരീകരിക്കാൻ നിനക്ക് സാധിക്കും. അതും പറഞ്ഞു കൗസല്യ. അതിനും രാമൻ തയ്യാറായിരുന്നില്ല. രാമന് വേണമെങ്കിൽ കാട്ടിലേക്ക് പോകാതിരിക്കാമായിരുന്നു. അമ്മയുടെ വാക്ക് അനുസരിക്കാൻ വേണ്ടിയിട്ട് എന്ന് നല്ലൊരു ഒഴിവുണ്ടായിരുന്നു. രാമൻ അതും കേട്ടില്ല. കൗസല്യ പറഞ്ഞു രാമനോട്, അച്ഛനും അമ്മയും നിനക്കൊരുപോലെ ബഹുമാന്യരാണ്. അച്ഛൻ കാട്ടിലേക്ക് പോകാൻ പറയുന്നുണ്ടെങ്കിൽ നീ പോകരുത്, നീ ഇവിടെ വസിക്കണമെന്ന് ഞാനും പറയുന്നു. അതും പറഞ്ഞു നോക്കി കൗസല്യ. രാമൻ ആ അവസരവും സ്വീകരിച്ചില്ല. പുത്രധർമ്മം എന്താണ് എന്ന് അമ്മയെ ഓർമ്മിപ്പിച്ച്, പത്നീധർമ്മം എന്താണ് എന്ന് അമ്മയെ ഓർമ്മിപ്പിച്ച് രാമൻ കാനനത്തിലേക്ക് പോകാനുള്ള തന്റെ ദൃഢനിശ്ചയത്തിൽ ഉറച്ചു തന്നെ നിന്ന് ഇതാ യാത്ര ചോദിക്കാൻ അച്ഛന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ഒരു അവസരം. എന്നെ ബന്ധിച്ച് നീ രാജാവാകൂ എന്ന് രാമൻ അനുസരിച്ചില്ല. രാമൻ പറഞ്ഞു, അങ്ങയെ സത്യപ്രജ്ഞനായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.